എല്ലാവർക്കും നമസ്കാരം. എല്ലാ ദിവസവും നൽകുന്ന ഇൻട്രാഡേ സ്റ്റോക്ക് സജഷൻ വീഡിയോ ആണ്. നിങ്ങൾ ട്രേഡ് എടുക്കുന്നതിന് മുൻപ് പൂർണ്ണമായി സ്റ്റോക്കിനെക്കുറിച്ച് മനസ്സിലാക്കുക, മാർക്കറ്റിൻ്റെ ട്രെൻഡിനെക്കുറിച്ച് മനസ്സിലാക്കുക, എടുക്കേണ്ട രീതി എല്ലാം കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. നമുക്കാദ്യമായി ഇന്നലെ തന്ന 4 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ഒന്ന് നോക്കാം. ഒന്നാമത്തേത് ഹിൻഡാൽകോ 705 എൻട്രി. സ്റ്റോക്ക് ഇന്ന് ഓപ്പൺ ചെയ്തത് 706 അതിനുശേഷം നേരെ താഴേക്ക് വരികയാണ് ചെയ്തത്. 701 വരെ വന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 700 പക്ഷേ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എടുക്കാൻ പാടില്ല. താഴെ വന്ന് എത്രത്തോളം താഴെ പോകുന്നോ അതുവരെ പോയി തിരിച്ച് കയറുന്ന സമയത്താണ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്തുള്ള അതായത് 15 മിനിറ്റ് ക്യാൻഡിലാണ് നമ്മൾ നോക്കുന്നത്. 705 ഓപ്പൺ ചെയ്ത് വീണ്ടും താഴേക്ക് തന്നെ വരികയാണ് ചെയ്തത്. നമ്മുടെ എൻട്രി അപ്പോഴും 705 705 തന്നെ ഓപ്പൺ ചെയ്തതുകൊണ്ട് നമുക്ക് എൻട്രി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഫസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 704.80 അതുകൊണ്ട് നമുക്ക് എന്തായാലും അതിൽ എൻട്രി എടുക്കാൻ കിട്ടിയിട്ടില്ല. മൂന്നാമത്തെ 15 മിനിറ്റ് ക്യാൻഡിൽ 703 ഓപ്പൺ ചെയ്ത് 705.95 വന്ന സ്ഥിതിക്ക് നമുക്കതിലൊരു എൻട്രി ലഭിച്ചു. എൻട്രി ലഭിച്ചതിന് ശേഷം സ്റ്റോക്ക് വീണ്ടും താഴെ വരെ ചെയ്ത് 703 വരെ വന്നു. അതിനുശേഷം വീണ്ടും താഴെ വന്നു 702 വരെ വന്നു. അതിനുശേഷം വീണ്ടും താഴെ വന്നു 701.20 വന്നു. അതിനുശേഷം വീണ്ടും താഴെ വന്നു. സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടില്ല. തിരിച്ച് മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് 710, 713 എന്നിങ്ങനെ 2 ടാർഗറ്റിൽ 710.70 വരെ പോയിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹിൻഡാൽകോയിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് ടാറ്റ മോട്ടോഴ്സ് ബൈ സൈഡും അതുപോലെ തന്നെ സെൽ സൈഡും പറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്ക് ഓപ്പൺ ചെയ്തത് 1082 അതായത് നമ്മുടെ എൻട്രി പ്രൈസിൽ 1088 വരെ പോയി. നമുക്ക് ആ എൻട്രി ടൈം ആയതുകൊണ്ട് ഓപ്പണിംഗ് ടൈം ആയതുകൊണ്ട് എൻട്രി ലഭിച്ചിട്ടില്ല. ആ ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റിൽ നമുക്ക് 1088 വരെ പോയി വീണ്ടും താഴെ വരികയാണ് ചെയ്തത്. 1075 വരെ വന്നു. തൊട്ടടുത്തത് വീണ്ടും താഴെ വന്നു 1070 വരെ വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ 1073 എൻട്രി ലഭിച്ചിട്ടുണ്ട്. ഏത് സെൽ സൈഡ് 1070 വരെ വന്നു. പക്ഷേ 1066 നമ്മുടെ ടാർഗറ്റ്. തിരിച്ച് മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് 1081 വരെ പോയി. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 1080 അപ്പോൾ സെൽ സൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ബൈ സൈഡ് ആണെങ്കിൽ നമുക്ക് 1088 ആയി അതിൽ കിട്ടിയിട്ടില്ല. നമുക്ക് ബൈ സൈഡ് എൻട്രി ലഭിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ സെൽ സൈഡ് നിങ്ങൾ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ആ 3 പോയിൻ്റ് മാത്രമേ നമുക്ക് താഴേക്ക് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് വെയിറ്റ് ചെയ്തെടുക്കും, ഒരു പക്ഷേ സ്റ്റോപ്പ് ലോസ് ഹീറ്റായിട്ടുണ്ടാവും. അതേപോലെ ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ആയിരുന്നു, നമുക്ക് അതിലും എൻട്രി ലഭിച്ചിട്ടില്ല. ഇനി നമുക്ക് ഇന്നേക്കുള്ള ഒരു 4 സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ഒന്നാമത്തത് JSW എനർജിയാണ്. ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിന്ന് മുകളിലേക്ക് എടുത്തു പോകാം. 740 ഓക്കെ, പലതവണ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. 1, 2, 3, 4, 5 ഇപ്പോൾ വീണ്ടും 5ാമത് ഇവിടെ വന്ന് നിൽക്കുകയാണ്. നമുക്ക് നാളെ ബ്രേക്ക് ഔട്ട് നടത്തുകയാണെങ്കിൽ 740 എടുക്കാം. 734 സ്റ്റോപ്പ് ലോസ് വെക്കണം. 746, 750 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അടുത്തത് ഇമാമി ലിമിറ്റഡിലും അതുപോലെ തന്നെ 843 ഒരു എൻട്രി പോസിബിളാണ്. 837 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 849, 853 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അടുത്തത് GSPL ആണ്. നാളെ ഈ ഒരു ഹൈ 407 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് എടുത്ത് പോകാം. ഓക്കെ, 404 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 410, 412 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അടുത്തത് പിഡിലൈറ്റ് ഇന്ത്യയാണ്. പിഡിലൈറ്റ് ഇന്ത്യ നമുക്ക് സെൽ എൻട്രിയാണുള്ളത്. നമുക്ക് ഈ ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ 3071 എൻട്രി എടുക്കാം.
3080 സ്റ്റോപ്പ് ലോസ് വെക്കണം. 3062, 3050 എന്നിങ്ങനെ ടാർഗറ്റ് കീപ്പ് ചെയ്യാവുന്നതാണ്. ഈ 4 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് പൂർണ്ണ ബോധ്യത്തോടെ എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. പഠിക്കുക, പഠിച്ചുകൊണ്ട് മാർക്കറ്റിലേക്ക് വരിക. ബേസിക് നോളജ് പോലും ഇല്ലാതെ മാർക്കറ്റിൽ വന്ന് ട്രേഡ് എടുത്ത് നഷ്ടം സംഭവിക്കുന്നവരുണ്ട്. ശ്രദ്ധിക്കുക. നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ ഇന്ന് എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.